ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ അപ്പച്ചായി നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം ചെയ്യുന്ന പച്ചാ. എൻ്റെ ദൈവം നല്ലവൻ, എൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ ദൈവം ജീവിക്കുന്നവൻ, എൻ്റെ ദൈവം വാക്കുമാറാത്തവൻ, എൻ്റെ ദൈവം പിതാവേ സ്തോത്രം അന്ത്യത്തോളം ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവൻ, ഞങ്ങളെ ചുമക്കുന്നവൻ, ഞങ്ങളെ രക്ഷിക്കുന്നവൻ, ഞങ്ങളെ വിടിവിക്കുന്നവൻ, ഞങ്ങളെ പരിപാലിക്കുന്നവൻ, ഞങ്ങളുടെ വേദനകൾ കണ്ണുനീരെല്ലാം അറിഞ്ഞ് മനസ്സലിയുന്ന ദൈവം കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരിക്കാനായി സ്തോത്രം. ഞങ്ങളെ മുറിവെ പൊറിപ്പിക്കുന്ന നീയായിരിക്കാലും നമുക്ക് സ്തോത്രേശ പച്ച. ഞങ്ങളെ ബലപ്പെടുത്തുന്ന ക്രിസ്തു, ഞങ്ങളെ താങ്ങുന്നവൻ, ഞങ്ങളെ കർത്താവെ കാണുന്നവൻ, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് നിന്റെ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കുന്നവൻ, ഞങ്ങളെ പോഷിപ്പിക്കുന്നവൻ, ഞങ്ങളെ എല്ലാ വിധത്തിലും കർത്താവ് ഉയർത്തി അനുഗ്രഹിക്കുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കാനായി സ്തോത്രം. അങ്ങനത്തെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടി ഈ അതിരാവിലെ സമയത്ത് കടന്നു വരുവാൻ, നിന്റെ മുഖത്തെ ഒന്ന് കർത്താവെ ദർശിക്കുവാൻ, നിന്നോട് അല്പസമയം ചെലവഴിക്കുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. കഴിഞ്ഞ രാത്രികൾ മുഴുവനും, കഴിഞ്ഞ നാൾക്കൾ മുഴുവനും കർത്താവിന്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പുതിയ പ്രഭാതത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം. അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. അനേകർക്ക് ദിവസം കാണുവാൻ ഭാഗ്യമില്ല. അനേകർ മരണത്തിലൂടെ പോയിരിക്കുകയാണ്. അനേകർ കർത്താവ് കണ്ണു തുറക്കാൻ കഴിയാതെ വെന്റിലേറ്ററിലും ഐസിയിലും മരണക്കിടക്കിൽ കിടക്കുകയാണ്. അനേകർ കർത്താവ് ജയിലറകളിൽ കിടക്കുകയാണ്. കർത്താവ് അനേകർ ഫ്രീഡം ഇല്ലാമെ അനേക പൈശാചിക ബന്ധനത്തിലെ പോരാട്ടത്തിലെ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തോട് സമാധാനത്തോട് ആരോഗ്യത്തോട് ദൈവമേ ഈ പ്രഭാതത്തെ കാണുവാൻ, ചെയ്ത ദൈവത്തെ തന്ന ദൈവത്തെ സ്തുതിക്കുവാൻ, നിന്റെ പാദപീഠത്തിൽ നിന്ന് കർത്താവ് അല്പസമയം ചെലവഴിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന വിലയേറപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഒത്തിരി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ എന്നോടുകൂടെ കേരളത്തിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കരങ്ങളിലേക്ക് ഏൽപ്പി. എല്ലാ ദൈവദാസന്മാര്, എല്ലാ ദൈവദാസികൾ, കുഞ്ഞുങ്ങൾ, കർത്താവെ മാതാപിതാക്കന്മാര്, കർത്താവെ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചിമാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാര്, സഹോദരന്മാർ, സ്നേഹിതന്മാർ അനേകരനകത്തുണ്ട് കർത്താവെ. ക്രിസ്തുവിനെ അറിഞ്ഞവരും അറിയാത്തവരും രക്ഷപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഒത്തിരി പേരുണ്ടല്ലോ. അവരെല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുകയാണ്. രോഗികളായി കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്, മരണക്കിടക്ക് കിടക്കുന്നവരുണ്ട്. അവരെല്ലാം നിന്റെ തൃപ്പാദത്തിൽ കൊണ്ടുവച്ചൊരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്തനായി സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ വൻ കാര്യത്തെ ചെയ്ത അടിയനേറ്റ ബലനും കൃപയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുനനാമം മഹത്വമെടുക്കുമാറാകട്ടെ. എന്നോടുകൂടെ MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി പ്രയറിയിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വാഴ്ത്തുന്നു, വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥന ആരംഭിച്ച് 1173 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ കർത്താവ് കൃപ തന്നിരിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിക്കൊണ്ടുവന്നു. ഇത് നമ്മൾ ധ്യാനിക്കുന്നത് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധികാരം 24-ാമത്തെ വചനം. ഈ ഒത്തിരി മഹത്വமான ഒരു വാക്കാണ് അവിടെ പറയുന്നത്. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. ദാനിയേലിനെ കുറ്റം, എത്ര പേരാ? 122 പേര്. ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊമല. സാധാരണ ആൾക്കാളാണോ? പ്രഭുക്കന്മാര്, മന്ത്രിമാര്. കർത്താവിന് സ്തോത്രം. എന്തോ പഠിച്ച് എന്തോ എങ്ങനെയുള്ളവരാ നോക്കിക്കോണം. ദൈവത്തിന് സ്തോത്രം. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. കണ്ടോ? ഈ ഭാര്യമാര് കുഞ്ഞുങ്ങൾ എന്താ തെറ്റ് ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവന്മാരാണ് നെകളിച്ചത്, ഇവന്മാരാണ് ഈ പ്ലാൻ ഇട്ടത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നശിച്ചത് കുടുംബം തകർന്നു. കുടുംബം, നിന്നെ തകർക്കുവാൻ വന്നവന്റെ കുടുംബത്തെ അത്ര തകർക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യനെ തകർക്കാനേ ഒരു പ്ലാൻ ഇട്ടത്, ദാനിയേലിനെ മാത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ ആരാണ്? പ്രാർത്ഥന വീരൻ, ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തോട് ഇരിക്കുന്നവൻ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും അടുത്തവൻ, ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ, കള്ളം കപടമില്ലാത്തവൻ, ഒരു കുറ്റം കൂടെ ചെയ്യാത്തവൻ ഈ ദാനിയേൽ. അവന് വേണ്ടി ഇവന്മാരങ്ങോട്ട് എഴുന്നേറ്റു, ഭയങ്കര പ്ലാൻ ഇട്ടു. ഇവനെ തകർക്കണം, എങ്ങനെങ്കിലും പിടിക്കണം. വല വിരിച്ചു നോക്കി, കണ്ണി വെച്ച് നോക്കി, കുഴി കുഴിച്ചു നോക്കി, എവിടെയും അകപ്പെട്ടില്ല. അവസാനം പ്രാർത്ഥനയിൽ പിടിക്കാൻ പ്ലാൻ ഇട്ടു. ദൈവത്തിന് സ്തോത്രം. പിടിച്ചുകൊണ്ട് എന്തോ ചെയ്തു? സിംഹത്തിന്റെ കുഴിയിലിട്ടു. ഒരു രാത്രി ഏതാണ്ട് 10-12 മണിക്കൂറോളം ഇവൻ ഇപ്പൊ സിംഹത്തിന്റെ വഴി കിടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇവന്മാരെന്തോ ചെയ്യുന്നറിയാമോ? കുടിച്ച് ആഹ്ലാദിച്ച് ഡാൻസ് ആടി, വെടിയെല്ലാം പടക്കമെല്ലാം പൊട്ടിച്ച് എന്തോരം ഭയങ്കര. രാത്രി മുഴുവൻ അവർ ഉറങ്ങിയിരിക്കത്തില്ല. രാവിലെ പോയി സിംഹത്തിന്റെ വഴി പോയി നോക്കണം. ഒരു എല്ലിന്റെ കഷ്ണം പോലും കാണത്തില്ല. അവന്റെ അഡ്രസ്സ് മാഞ്ഞു പോയി. ഇനി അവന്റെ തലവേദന നമുക്കില്ല. അവൻ നമുക്കൊരു ഉപദ്രവം ചെയ്യത്തില്ല. നമ്മളോട് അവൻ ഇല്ല. അവൻ നമ്മുടെ മേലെ ഒരു ഭരണകൂടത്തിൽ വന്നിരിക്കുവാൻ ദൈവം നമ്മെ സമ്മതിക്കത്തിലും പറഞ്ഞാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ അന്ന് രാത്രി ഈ ദാനിയേല് ഈ സിംഹത്തിന്റെ ഗുഹയില് സിംഹങ്ങളോട് കൂടെ സന്തോഷമായിട്ട് ഉറങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അവനൊരു പ്രശ്നവും ഇല്ല. രണ്ടാമത് അവിടെ നടന്നൊരു സംഭവം, ഈ 4 കാലുള്ള മൃഗം, ദുഷ്ടമൃഗം, കാട്ടിന്റെ മൃഗങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന സിംഹം,
ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി അവർ ശുശ്രൂഷ ചെയ്തു. അവന്റെ ജീവനെ കാത്തു സൂക്ഷിച്ചു. അവനൊരു കേടുമില്ലാതെ അവനെ പരിപാലിച്ചു. അവന് വേണ്ടി സഹായം ചെയ്തു. അവനെ സ്നേഹിച്ചു. അവൻ ഒരു ആപത്ത് പോലുമില്ലാതെ, ഒരു കീറൽ പോലുമില്ലാതെ അവരുടെ വായിൽ നിന്ന് അവനെ തിരിച്ച് ആരോഗ്യത്തോട് ജീവനോട് തിരിച്ച് രാജാവിന്റെ കൈ കൊടുത്തുടനെ ദൈവം സ്വർഗം അങ്ങോട്ട് തുറക്കുകയാണ്. തുറന്ന് ഈ ദാനിയേല് മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നവൻ എല്ലും തോലുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ ഈ ഇറച്ചി മാംസമൊന്നും കഴിക്കുന്ന ആളല്ല, പച്ചക്കറി തിന്നുന്ന ആളാണ്. നമ്മുടെ മാതിരി മറ്റുള്ളതൊന്നും തിന്ന് കൊഴുത്ത് കിടക്കുന്ന പാർട്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ആ സിംഹങ്ങൾക്ക് ഒരു 50 ഗ്രാം വെച്ച് പോലും അതുങ്ങൾക്ക് ആഹാരം കിട്ടാൻ സാധ്യതയില്ല. അതുങ്ങൾ പട്ടിണി വേണം പിന്നെയും കിടക്കാൻ. അവിടെ കിടന്ന് അടിയുണ്ടാകും. ഇവന്റെ എല്ലിന് വേണ്ടി, ഇവന്റെ അല്പ മാംസത്തിന് വേണ്ടി ഇവന്മാർക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കടിയും പിടിയും ഭയങ്കര ബഹളം ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ 122 ആണുങ്ങൾ, 122 പേർക്ക്. അന്നകാലത്തുള്ള ഒരുത്തിയല്ല വെപ്പാട്ടി അതേ വിട്ട് ഒരുത്തിയെ വെച്ചാല് 122 സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ. അന്ന കാലത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ. 2 പേരെ വെച്ച് കണക്കൂട്ട്, അല്ലെ 3 പേരെ വെച്ച് കണക്കൂട്ട്, എന്തുമാത്രം കുഞ്ഞുങ്ങളാണ്. ഇത്രയും പേരെയും വാരി സിംഹത്തിന്റെ കുഴിയിലോട്ട് ഇട്ട് കളഞ്ഞു എന്നാ പറയുന്നത്. ഇട്ട് കളഞ്ഞു. അവിടെ പറയുന്നുണ്ടോ, പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. നിനക്ക് വിരോധമായി കുറ്റം പറയുന്നവൻ, നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നവൻ, നിന്നെ തകർക്കാൻ നോക്കുന്നവൻ, നിന്നെ ജോലി ചെയ്യുന്നിടത്തില്, നിന്റെ ഭവനത്തില്, നിങ്ങളുടെ ശുശ്രൂഷയില്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ എവിടെല്ലാം പോകുന്നു, നിങ്ങളെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ നിങ്ങളുടെ മേലെ കുറ്റം ചുമത്തി, ഒരു കുറ്റം പോലും ചെയ്യാത്ത നിങ്ങളുടെ മേൽ അനേക പഴികളെ പറഞ്ഞ്, കുറ്റങ്ങൾ പറഞ്ഞ്, നിങ്ങളെ കള്ളന്മാരാക്കി, കള്ളികളാക്കി, കാർക്കിച്ച് തുപ്പി, കല്ലെടുത്ത് എറിയുന്നു, അടിക്കുന്നു. നിങ്ങൾ ഒരുത്തരും മിണ്ടരുത്. എന്തെന്ന് ചോദിക്കരുത്. എന്തിനാ എന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കരുത്. നിങ്ങൾക്കും ഞാനും ഒരാണാ, എനിക്കും കൈയും കാലും ഉണ്ട്, ഇനി കളിക്കരുത്, ഇനി നടക്കുന്ന വേറെ, അങ്ങനൊന്നും വിളിച്ച് പറയരുത്. ദൈവത്തിന് സെല്ല് പറയും, ഞാൻ വേദപുസ്തകം എടുത്തു രക്ഷപ്പെട്ടു, ഈ വേദപുസ്തകം എന്റെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ഗതി അത് നശിച്ചു, അങ്ങനൊക്കെ അങ്ങനൊന്നും പറയരുത്. നമ്മൾ മിണ്ടരുത്. ദാനിയേൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ വാക്ക് പോലും ദാനിയേൽ പറഞ്ഞിട്ടില്ല. അവൻ ശാന്തമായിരിക്കുകയാണ്. ആ കൊണ്ടുപോകുന്നവ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നും ചോദിച്ചില്ല. രാജാവിനോട് രാജാവെ എന്തിനാ ഒന്നും അവനറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ജീവനുള്ളവനാ, ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല, എന്റെ മനസാക്ഷിക്ക് വിരോധമായി ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ ഒരു ഈ ശിക്ഷയ്ക്ക് ഞാൻ പാത്രവാനല്ല, ഈ ശിക്ഷയ്ക്ക് ഞാൻ യോഗ്യനല്ല, എന്നെ ദൈവം ശിക്ഷിക്കത്തില്ല. ഈ ധൈര്യം പ്രാർത്ഥിക്കുന്നവനുണ്ട്, ദൈവത്തോട് ഇരിക്കുന്നവനുണ്ട്, കുറ്റം ചെയ്യാത്തവനുണ്ട്. അങ്ങനെങ്കിൽ നിങ്ങളുടെ ശത്രുവിനെ മുഴുവനെ കർത്താവ് ഇന്ന് തകർക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തോട് നശിപ്പിക്കാൻ പോവുകയാണ്. അവിടെ നോക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, ഗുഹയിലിട്ട് കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തുന്നതിന് മുൻപേ സിംഹങ്ങൾ അവരെ പിടിച്ചു. കുഴിയിൽ വീഴുന്നതിന് മുന്നേ അത്രമാത്രം വിശന്ന് വെറി പിടിച്ചിരിക്കുകയാണ് ഈ സിംഹങ്ങൾ. അടിയിലോട്ട് എത്തുന്നതിന് മുന്നേ സിംഹങ്ങൾ അവരെ പിടിച്ചു. അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. കർത്താവിന് വിരോധമായി എഴുന്നേറ്റെങ്കിൽ, ഒരു ദൈവ പൈതൽ വിരോധമായി നിന്നെ നുറുക്ക് കർത്താവ് തകർത്ത് കളയും. നിന്നെ കൊണ്ട് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല, നിന്നെ രക്ഷിക്കാൻ ആരുമില്ല, നിന്നെ വിടുവിക്കാൻ ആരുമില്ല. എന്റെ ദൈവം, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നിന്നെ ദൈവം വിടുവിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ മേലൊരു വിടുതലിന്റെ കരമുണ്ട്, അത്ഭുതത്തിന്റെ കരമുണ്ട്. ഈ രാജാവിന് ഇങ്ങനൊരു മനസ്സ് വന്നെങ്കിൽ, നമ്മുടെ ദൈവൻ രാജാതിരാജാവല്ലേ, ആ ദൈവം എത്രമാത്രം മനസ്സലിയും. ഈ രാജാവ് ഒരു തുള്ളി കണ്ണുനീർ, ഒരു തുള്ളി രക്തം പോലും ദാനിയേലിന് വേണ്ടി ചൊരിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ദൈവമോ, നമ്മുടെ രാജാവോ അവസാനത്തുള്ള രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞതല്ലേ. ആ ദൈവം ഈ രാജാവിനെ കാട്ടിലും ഉത്തരവാദിത്വമുള്ളവനല്ലേ, നമ്മളെ വില കൊടുത്ത് മേടിച്ചതല്ലേ. നിശ്ചയമായിട്ടും ഈ വചനപ്രകാരം നിങ്ങൾ അറിയേണ്ട ഒരു സംഭവം, നിങ്ങളെ തകർക്കുവാൻ വന്നോൻ, നിങ്ങളെ നശിപ്പിക്കാൻ വന്നോൻ, നിങ്ങളെ തലകുനിക്കാൻ വന്നോൻ, നിങ്ങളെ വേരോട് പറിച്ചെറിഞ്ഞ് തീക്കാത്തോട്ട് ചുട്ടുകളയാൻ വന്നോൻ, അല്ലെ സിംഹത്തിന്റെ കുഴിയിൽ വലിച്ചെറിയാൻ വന്നോൻ, നിന്നെ കൊല്ലാൻ വന്നോൻ, അടിക്കാൻ വന്നോൻ, നിന്റെ കുടുംബത്തെ തകർക്കാൻ വന്നോൻ, കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വന്നോൻ, നിന്നെ നിന്റെ ഭാര്യയും പിരിച്ച് രണ്ട് വഴിയായി തുരത്തിവിട്ട് ചിരിക്കാൻ വന്നോൻ, നിന്നെ കണ്ട് പരിഹസിച്ചോൻ, ആനന്ദിച്ചോൻ, ആഹ്ലാദിച്ചോൻ, എല്ലാം അഡ്രസ് പോയി. ഒരുത്തനും ശേഷിപ്പില്ല. ഒരു കുഞ്ഞും കൂടെ അവിടെ വീട്ടിൽ ശേഷിപ്പില്ല. കുടുംബത്തിൽ ആരും ശേഷിപ്പില്ല. അവന്മാരെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും എല്ലാം കർത്താവ് കൊണ്ടുവന്ന് അവിടെ ഇടിയിപ്പിക്കാൻ രാജാവിന്റെ മനസ്സിൽ തോന്നി.
എല്ലാം കുഴിയടോട്ട് വരുന്നതിന് മുന്നേ ആ സിംഹങ്ങൾ ചാടി പിടിച്ച് എല്ലുകളെല്ലാം മുറിച്ചെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കരുത്, തകർന്നു പോകരുത്, ക്ഷീണിക്കരുത്. നിങ്ങൾക്ക് വിരോധമായി ആര് എന്തൊക്കെ വേണേ പറയട്ടെ, എന്തൊക്കെ വേണേ കൂട്ടം കൂടട്ടെ, എവിടെ വേണേലും കൂടട്ടെ, നിങ്ങൾക്ക് ശക്തിയില്ലായിരിക്കും, നിങ്ങൾക്ക് ബലനില്ലായിരിക്കും, നിങ്ങൾക്ക് പൈസ ഇല്ലായിരിക്കും, നിങ്ങൾക്ക് വാക്ക് സാമർഥ്യം ഇല്ലായിരിക്കും. മുട്ടേ നീക്കാൻ അറിയാമോ? പ്രാർത്ഥിക്കാൻ അറിയാമോ? പ്രാർത്ഥന ഉണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥിക്കുന്നവനെ രക്ഷിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവവേദനയെ കർത്താവ് വിടുവിക്കും. പ്രാർത്ഥനയ്ക്കകത്ത് ജീവനുണ്ട്, ശക്തിയുണ്ട്. ആ പ്രാർത്ഥന ഒരു കോട്ടയാണ്, ഒരു മതിലാണ്, അത് തീയാണ്. അതിനകത്ത് നിൽക്കുന്നത് നീ ഒരു നാളും നശിക്കത്തില്ല, നിന്റെ ഭവനം നശിക്കത്തില്ല, കുഞ്ഞുങ്ങൾ തകരത്തില്ല, ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് കൃപയിൽ നിൽക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഒന്നുകൊണ്ടും പേടിക്കരുത്. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, നിങ്ങൾ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ വലിയ വീര്യ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. നിശ്ചയമായിട്ട് ഈ ദാനിയേലിനെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കും. അവന്റെ ശത്രുക്കളെ തകർത്ത ദൈവം നിങ്ങളുടെ ശത്രുക്കളെ തകർക്കും. നിങ്ങൾ ഫ്രീഡമായി, സന്തോഷമായി, ആനന്ദമായി കർത്താവിന്റെ ജോലി ചെയ്യാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് സന്തോഷത്തോടെ നിങ്ങൾ ജോലി ചെയ്യാം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യാം. ആ വേല ചെയ്ത് തികയ്ക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. ഒന്നുകൊണ്ട് പേടിക്കരുത്, ഒന്നുകൊണ്ട് വിഷമിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, യേശുവിന്റെ 1173 ദിവസം നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ഈ ഒരു വാക്യങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്കൊരു കൃപ നീ തന്നല്ലോ. ഓ, ദാനിയേലിന്റെ ദൈവം എന്റെ ദൈവമാണ്, ദാനിയേലിനെ വിടുവിച്ചവൻ എന്റെ ദൈവമാണ്, എന്നെ വിടുവിക്കുന്നവനാണ്. ദാനിയേലിന്റെ ശത്രുക്കളെല്ലാം കുടുംബത്തോട് തകർത്തവൻ, എനിക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്ന എല്ലാ ശത്രുക്കളെയും കുടുംബത്തോട് തകർത്ത് കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നീ അത് ചെയ്യുവാൻ ശക്തനാണ്. അത്ഭുതത്തിന്റെ കരം, അതിശയത്തിന്റെ കരം കർത്താവേ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളുടെ നേരെ നീട്ടുന്നതിനായി സ്തോത്രം. ആരും ഒരുത്തരോടും കർത്താവ് വഴക്കിനോ മല്ലിനോ പോകാതെ കൃപയിൽ നിന്നുകൊണ്ട്, സ്തോത്രത്തോട് നിന്നുകൊണ്ട്, പ്രാർത്ഥനയോട് നിന്നുകൊണ്ട് എല്ലാത്തിനും ജയിക്കുവാൻ, തട്ടിയെടുക്കാനുള്ള കൃപ എന്റെ ദൈവം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥന അവന് നഷ്ടമായി പോയില്ല, അവന്റെ വിശ്വാസം അവനക്ക് നഷ്ടമായി പോയില്ല, അവന്റെ തീരുമാനം അവനക്ക് നഷ്ടമായി പോയില്ല, അവൻ ദൈവത്തോട് എടുത്തിരിക്കുന്ന ഉടമ്പടികൾ ഒന്നും അവനക്ക് നഷ്ടമായി പോയിട്ടില്ല. അതെല്ലാം അവന് പ്രയോജനമായി. അവൻ ഒരു കുറ്റവും ചെയ്യാത്തവൻ, മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഒരു തെറ്റും കൂടെ ചെയ്യാത്ത ദാനിയേലിനെ കർത്താവ് കൺമണി പോലെ മറച്ചു. അവർ പറഞ്ഞല്ലോ, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ മണിയാണ് തൊടുന്നത്. അങ്ങനെങ്കിൽ ദാനിയേൽ ആരായിരുന്നു? ദൈവത്തിന്റെ കണ്ണിന്റെ മണിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ നശിപ്പിക്കാൻ പറ്റിയോ? ഇല്ല. തൊടാൻ പറ്റിയോ? ഇല്ല. തകർക്കാൻ പറ്റിയോ? ഇല്ല. അവനെ നാശമാക്കാൻ പറ്റിയോ? ഇല്ല. അവന്റെ അഡ്രസ്സ് മായ്ക്കാൻ നോക്കിയോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ മേലെ കുറ്റം ചുമത്തി അവനെ കയ്യെ കാലെ കെട്ടി സിംഹത്തിന് വഴികൊണ്ടിടാൻ രാജാവിനെ പ്രേരിപ്പിച്ച് രാജാവിന്റെ മനസ്സെ മാറ്റി. ദൈവത്തിന് സ്തോത്രം. എങ്ങനെങ്കിലും ഈ ദാനിയേൽ എന്നൊരു പേരുള്ള ഒരുത്തൻ നമ്മുടെ ദേശത്തിൽ ഇരിക്കരുത്, നമ്മുടെ രാജ്യത്തിൽ ഇരിക്കരുത്, അവന്റെ കീഴെ നമ്മൾ ജോലി ചെയ്യരുത്, അവന്റെ അഡ്രസ് എങ്ങും ഇവിടെ ഇരിക്കരുത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ദാനിയേലിന് ഒരു കല്ലറ പോലും പണിയാൻ പറ്റത്തില്ല, ഒരു കഷ്ണം എല്ല് പോലും കിട്ടത്തില്ല. അങ്ങനെങ്കിൽ അതുപോലെ മായ്ക്കാൻ വന്നോൻ, തകർക്കാൻ വന്നോൻ തകർന്നു പോയി, മായ്ക്കാൻ വന്നോൻ മാഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. അഡ്രസ് ഇല്ലാതെ എത്ര കുടുംബങ്ങളായി ഇപ്പൊ അനാഥയായി കിടക്കുന്നു, ആരുമില്ലാതെ കിടക്കുന്നു. എല്ലാ 122 ഭവനം, 122 കുടുംബം അങ്ങനെ കിടക്കുക, ഒന്നുമില്ലാതെ. സകലവും നശിച്ചു, സകലവും തകർന്നു. അങ്ങനെങ്കിൽ ദൈവം നിനക്ക് കൂട്ടിനുണ്ട്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ദൈവം വിളിച്ചെങ്കിൽ വിശ്വസ്തനാണ്. ആ വിശ്വസ്തയുള്ള ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ വിശ്വസ്തയോടെ ജീവിക്കണം. സത്യ പരമാർത്ഥികളെ നിങ്ങൾ ജീവിക്കണം. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. കർത്താവ്, ഈ പ്രാർത്ഥന, ഈ ആലോചന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവത്തിനെ കൊണ്ടുവരണ വെച്ച യാരെല്ലാം നാണം കെട്ട് തലകുറിഞ്ഞ് നിൽക്കുന്നു, എനിക്ക് അവരോട് സംസാരിക്കാൻ വയ്യ, എതിർക്കാൻ വയ്യ, ഞാൻ എത്ര പറഞ്ഞാലും ഒരു സമ്മതിക്കത്തില്ല, ഏറ്റെടുക്കത്തില്ല, എന്നെ കള്ളനായി, എന്നെ കള്ളിയായി മാറ്റിയിരിക്കുകയാണ്, എൻ്റെ മേൽ കുറ്റം ചുമത്തുകയാണ്, ഞാൻ ജോലി സ്ഥലത്ത് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും എനിക്ക് ശത്രുക്കളാണ്, എല്ലാവരും എനിക്ക് എതിരികളാണ്, എന്ത് എനിക്ക് അറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകും, എനിക്ക് സഹായത്തിന് ആരുമില്ല, എനിക്ക് ഒരുത്തരുമില്ലെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവേ, പ്രാർത്ഥന വീരരികൾ, പ്രാർത്ഥന വീരാംഗണികൾ ഒരുത്തർക്കും ഒരാപത്തുമില്ലാമ ഈ വചനപ്രകാരം അവരുടെ ശത്രുക്കളെ തകർത്ത് നിന്റെ കുഞ്ഞുങ്ങൾ ശത്രുക്കൾക്ക് മുൻപാകെ ഒരു മേശ ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് പറഞ്ഞല്ലോ, ഓ ദൈവം എനിക്ക് മേശ ഒരുക്കുന്നു. അങ്ങനെങ്കിൽ ദാനിയേലിന് കർത്താവ് മേശ ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പൊ ദാനിയേലിനെ കാണാൻ എല്ലാവർക്കും നോക്കാൻ പേടിയാ, അവനോട് മിണ്ടാൻ പേടിയാ, അവനെ കണ്ടാ പേടിയാ, ദാനിയേൽ എന്നുള്ള പേര് പറയാനേ എല്ലാം വിറയ്ക്കാൻ തുടങ്ങി. അതുപോലെ എന്റെ കർത്താവ് ദാനിയേലിനെ മാനിച്ചു, ദാനിയേലിനെ സ്നേഹിച്ചു, അവനെ ഉയർത്തി, അവനെ രക്ഷപ്പെടുത്തി. ആ ദൈവം ഇന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ വരികയാണ്. എവിടെല്ലാം തലകുനിഞ്ഞോ അവിടെല്ലാം തലയെ നൂർക്കാൻ വരികയാണ് ദൈവം. എവിടെല്ലാം നീ നാണിച്ചു പോയോ അവിടെല്ലാം കർത്താവ് നിന്നെ
ഗൗരവത്തോട് നിർത്താൻ ദൈവം ഇറങ്ങി വരുന്നു. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവേ ആ ഭാഗ്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ തരുന്നതിനായി സ്തോത്രം. ആ അത്ഭുതം എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഈ പ്രാർത്ഥന മൂലം അനേകർ വിടുതൽ പ്രാപിച്ച് സന്തോഷം പ്രാപിച്ച് ആനന്ദത്തോട് ദൈവ കൃപയിൽ നിൽക്കുവാൻ, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, എല്ലാ ശത്രുവിന്റെ ചതിയിൽ നിന്ന്, അവന്റെ എല്ലാ ദുഷ്ടത്തരമായ പ്രവൃത്തിയിൽ നിന്നും, അവന്റെ ദുഷ്ടദ്രോഹത്തിൽ നിന്നും നിന്റെ കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ, നൂർന്നു നിൽക്കുവാൻ, ധൈര്യമായി നിൽക്കുവാൻ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ സഹായിക്കണം. ഒരുത്തരും കൈവിട്ട് പോകരുത്, ഒരുത്തരും തകരരുത്, ഒരുത്തരും താളടിയാകരുത്, ഒരുത്തരും പുറമോട്ട് പോകരുത്, ഒരുത്തരും നശിക്കരുത്, ഒരു ഭവനവും ഒരു കുഞ്ഞും നശിക്കരുത്. അപ്പച്ച ഒരു ശുശ്രൂഷയും ഒരു ദൈവദാസനും ഒരുത്തനും നശിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവ അത്ഭുത പ്രവർത്തിച്ചതിനായി സ്തോത്രം. ഈ വചനവും ഈ പ്രാർത്ഥനയും ഹൃദയത്തിൽ ഏറ്റെടുക്കട്ടെ, വിശ്വസിക്കട്ടെ. ദാനിയേലിനെ പോലെ ഞാനും മാറണം, ഞാനും പ്രാർത്ഥിക്കണം, ദൈവത്തോട് കൂടെ ഇരിക്കണം. ഒരു കുറ്റവും എന്റെ ജീവിതത്തിൽ ഇരിക്കക്കൂടാതെ കുറ്റമറ്റവനായി ഒരു നിഷ്കളങ്കനായി എന്നെ മാറ്റണമേ കർത്താവേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളെങ്ങനെ മാറ്റണമേ? നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. കുറ്റങ്ങളുണ്ട്, കുറേകളുണ്ട്, ക്ഷമിക്കണം അപ്പച്ച, ക്ഷമിക്കണം, 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 ക്ഷമിക്കണം കർത്താവേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ വൻകാര്യം ചെയ്യാനായി സ്തോത്രം, പ്രാർത്ഥനയുടനായി സ്തോത്രം, അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. പോയി ചേരുന്നിടത്ത് എല്ലാ അത്ഭുതം നടക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലാണ്. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.